ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് ഈ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണണമെന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടന്നാലോ അല്ലേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യയാണ്. അപ്പോൾ നവ്യ നയനയുടെ വീട്ടിലേക്ക് വന്നിരിക്കുക. ആ സമയത്ത് എലിസബത്ത് ആൻറ്റിയും അവിടുത്തെ ജോലിക്കാരൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നവ്യയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ നിങ്ങളിങ്ങോട്ട് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞാനേ നയനയുടെ ചേച്ചിയാണെന്ന് പറയണം. ഓ ചേച്ചിയോ? ഇങ്ങനൊരു ചേച്ചി ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ഇത്രയും നാൾ എവിടെയായിരുന്നു? പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അനിയത്തിക്ക് സുഖമില്ലാന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് എൻ്റെ അനിയത്തി ഒന്ന് കാണാനും അവരോട് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. വേണ്ട, നിങ്ങളെ യാതൊരു കാരണവശാലും ഇങ്ങോട്ട് കയറ്റിവിടുന്ന പ്രശ്നമില്ല. ആദർ സാറ് ഞങ്ങളോട് പറഞ്ഞിട്ട് പോയിരിക്കുക. വേണ്ടത്തെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് പുറത്തിറക്കണമെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കയറ്റുന്ന പ്രശ്നമില്ലെന്ന് പറയുകയാണ്. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ അനിയത്തിനെ കാണാനുള്ള അവകാശം എനിക്കുണ്ട്. അവൾ എൻ്റെ കൂടപ്പിറപ്പാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. പക്ഷേ മനസ്സിൽ വൈരാഗ്യമൊന്നും സൂക്ഷിക്കാറില്ല. പക്ഷേ ഇതിനു മുമ്പ് നിങ്ങളിങ്ങോട്ട് കണ്ടിട്ടില്ലല്ലോ എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. പിന്നെന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? നിങ്ങൾ ഓരോ അടവുകളുമായിട്ട് ഇങ്ങോട്ട് വരികയാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. നിങ്ങൾ അനിയത്തിയോട് എന്തോരം ദ്രോഹം ചെയ്തിട്ടുണ്ടെന്നും ഞങ്ങൾക്കറിയാം എന്നൊക്കെ ഇങ്ങനെ എലിസബത്ത് ആൻറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നവ്യ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല. ഞാനിവിടെ എൻ്റെ അനിയത്തിയെ കാണാനാണ് വന്നതെങ്കിൽ എൻ്റെ അനിയത്തിയെ കണ്ടിട്ടേ ഞാൻ പോകുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ രണ്ടുപേരെയും മാറ്റിയിട്ട് നേരെ അകത്തേക്ക് കയറുകയാണ്. ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ടെൻഷൻ ആകുകയും ചെയ്യാണ്. അങ്ങനെ നവ്യ നേരെ നയന ഇരിക്കുന്ന റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. നവ്യയെ കണ്ടാകെ ഞെട്ടി നിൽക്കുക. ഇത് ആരാ വന്നിരിക്കുന്നത്? ചേച്ചി എന്തേച്ചി ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എനിക്ക് നിന്നെ കാണുമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വന്നു. നീ തളർന്ന് വീണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് നിന്നെ കാണാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നത്. ചേച്ചി ഇങ്ങോട്ടൊക്കെ വരുമോ? അത്രയ്ക്കും സ്നേഹമൊക്കെ എന്നോടുണ്ടോ ചേച്ചി? അങ്ങനെ എന്നെ സ്നേഹിക്കാനായിട്ട് ചേച്ചിക്ക് കഴിയോ? ഞാൻ തളർന്നു വീണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് എന്നെ കാണാൻ വരാനൊക്കെ തോന്നിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ നിനക്ക് വിശ്വാസമായില്ലേ? അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? എന്നാൽ നീ വിശ്വസിക്കണം. അതെ, നിന്നെ കാണാൻ വന്നതൊക്കെ എൻ്റെ മനസ്സിലെ സ്നേഹം കൊണ്ട് തന്നെയാണ്. എനിക്ക് നിന്നോട് എന്തിനാ അരിശം? എനിക്ക് നിന്നോട് ഒരു അരിശമില്ല. പക്ഷേ ആദർശേട്ടനോട് എനിക്ക് ദേഷ്യമൊന്നും മാറിയിട്ടില്ല. എനിക്ക് ആദർശേട്ടനോട് അരിശമുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദർശേട്ടനോട് അരിശമുണ്ടെങ്കിൽ എന്നെ ആരും കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട ചേച്ചി. എനിക്ക് താല്പര്യമില്ല. അത് നീ പറഞ്ഞോ. പക്ഷേ എനിക്ക് നിന്നെ കാണുമെന്ന് തോന്നുമ്പോൾ നയനെ ഞാൻ ഇങ്ങോട്ട് വരും, നിന്നെ കാണും. അതെ, പിന്നെ നീ ഇപ്പോൾ ഗർഭിണിയായിരിക്കല്ലേ? അത് കഴിഞ്ഞ് കുഞ്ഞിനെയൊക്കെ പ്രസവിക്കില്ലേ? ആ സമയത്ത് കുഞ്ഞിനെയും കാണാൻ വരികയും ചെയ്യും. അത്രയൊക്കെ ഞാൻ ചെയ്യും. ആരൊക്കെ എന്തൊക്കെ എതിർത്താലും. കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ടാണ് നമ്മുടെ നവ്യ നയനയെ കാണാൻ വന്നത്. ഫ്രൂട്ട്സൊക്കെ എടുത്ത് നയനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പം നയനയ്ക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നൊരവസ്ഥ നിൽക്കുകയാണ്. ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആലോചിച്ചിട്ട്. ഞാൻ പറഞ്ഞല്ലോ നയനെ, എനിക്ക് നിന്നെ കാണാതിരിക്കാനായിട്ട് കഴിയില്ല. എന്തിനാ ചേച്ചി ഇങ്ങനെ ചുമ്മാ അഭിനയിക്കുന്നത്? സ്വന്തം അച്ഛനെയും അമ്മയെയും കാണാൻ പോലും ചേച്ചി ആ വീട്ടിലേക്ക് പോകാറില്ലല്ലോ. പിന്നെ എന്തിനാ എന്നെ കാണാൻ വേണ്ടി ചേച്ചി വന്നത്? അപ്പോൾ ഈ സ്നേഹം ഞാൻ വിശ്വസിക്കണമെന്നാണോ പറയുന്നത്? നീ വിശ്വസിച്ചാലില്ലെങ്കിലും അമ്മയെ കാണാൻ പോകത്തതിൻ്റെ കാരണമൊക്കെ നിനക്ക് നന്നായിട്ട് തന്നെ അറിയാം. അവരെന്തൊക്കെയാണ് പറഞ്ഞത്? എൻ്റെ കുടുംബജീവിതം തകർക്കാൻ വേണ്ടിയല്ലേ അവരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരുന്നത്? എൻ്റെ കുടുംബജീവിതം തകർന്ന് കാണാം. അതുകൊണ്ട് എന്തൊക്കെ തെറ്റിദ്ധാരണകളാണ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചത്? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിനെ ഒരു തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. ഉള്ള കാര്യങ്ങൾ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ്. സത്യം മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. എനിക്കതൊന്നും കാണണ്ട, കേൾക്കണ്ട. എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് അറിയുകയും വേണ്ട. എല്ലാവരുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി. എന്നോട് എല്ലാവരും ചതി ചെയ്തതാണെന്നൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളതെന്നൊക്കെ നവ്യ അവിടെ പറയുകയാണ്. ഈ സമയം തന്നെ എലിസബത്തിനും അതേപോലെ തന്നെ ആ ജോലിക്കാരനൊക്കെ ആകെ പേടി തോന്നിയാണ്. എൻ്റെ ദൈവമേ, ഇപ്പോൾ ആദർശ് സാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവുമല്ലോ എന്ന് പറയേണ്ട താമസം. ആദർശ് അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ആദർശ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴേക്ക് വേറൊരു വണ്ടി അവിടെ കിടക്കുക. അപ്പോൾ എന്താ ഇവിടെ ആരെങ്കിലും വന്നോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നയനമോളുടെ ചേച്ചിയില്ലേ ആ നവ്യ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. നവ്യ വന്നോ? അവളെന്തിന് ഇവിടെ വന്നത്? എന്നിട്ട് നിങ്ങൾ അവളെ അകത്തേക്ക് കയറ്റി വിട്ടല്ലേ? ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഇവിടെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് കയറ്റി വിടരുതെന്ന്. പിന്നെ എന്തിനാ കയറ്റി വിട്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴാണ് നവ്യ ഇറങ്ങി വരുന്നത്. അപ്പം നവ്യ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആദർശേട്ടനും വന്നല്ലോ. കൊള്ളാം. ഏതായാലും ആദർശേട്ടനെ കൂടി കാണാനായിട്ട് സാധിച്ചല്ലോ. നീ എന്തിനാടി ഇങ്ങോട്ട് വന്നത്? നീ വീണ്ടും എന്തെങ്കിലും ഗൂഢാലോചനയായിട്ടാണ് വന്നത്? നീ ഇവിടെ വരുന്ന ഓരോ നിമിഷവും പേടിക്കേണ്ട കാര്യമുണ്ട്. എൻ്റെ ആദർശേട്ടാ,
ഞാൻ എൻ്റെ അനിയത്തിയെ കാണാൻ വേണ്ടി വന്നാണ്. എൻ്റെ അനിയത്തി സുഖമില്ലാതെ കിടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. എന്താ, എൻ്റെ അനിയത്തിയെ കാണാനുള്ള അവകാശം എനിക്കില്ലേ? അവളെൻ്റെ രക്തമാണ്, അവളെൻ്റെ കൂടപ്പിറപ്പാണ്. അപ്പോൾ അവളെ കാണാനുള്ള അവകാശമൊക്കെ എനിക്കുണ്ട്. എന്താ, അത് നിഷേധിക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അത് നിഷേധിക്കാനായിട്ട് എനിക്ക് പറ്റും. കാരണം നിൻ്റെ മനസ്സിൽ മുഴുവനും കൊടും വിഷമാണ്. അതുകൊണ്ട് നീ വരുമ്പോഴൊക്കെ സൂക്ഷിക്കണം. നിന്നെ അവനാ പറഞ്ഞു വിട്ടതാണോ? നീ എന്താ അവൾക്ക് വേണ്ടി കൊണ്ടുവന്നത്? അതിലൊക്കെ എന്താ ഉള്ളത്? അപ്പോഴേക്കും നയനെ വരികയാണ്. അപ്പം നയന വന്നു കഴിഞ്ഞപ്പോഴേക്കും നീ എന്തിനാണ് നയനെ ഇവളോട് സംസാരിക്കാനൊക്കെ പോയത്? അത് പിന്നെ ചേച്ചി എന്നെ കാണാൻ വേണ്ടിയല്ലേ വന്നത്. നീ ഇങ്ങനെയൊക്കെ പറയുള്ളൂ, എത്ര കിട്ടിയാലും നീ പഠിക്കില്ല, നീ ഒരു മണ്ടിയാണ്. പക്ഷേ ഇവള് നിന്നെ വശത്താക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് നിന്നെ കൊണ്ട് ഓരോ തീറ്റിപ്പിച്ചിട്ട് നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് വന്നത്. ഇതൊക്കെ കിട്ടുമ്പോഴേക്കും ഞാൻ അത്രക്കാരിയൊന്നുമല്ല, ഞാനൊരു വിഷമല്ല കൊണ്ടുവന്നിരിക്കുന്നത്. എന്നെ ആരും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതുമല്ല. എൻ്റെ അനിയത്തിയെ കാണുമെന്ന് എനിക്ക് തോന്നി, ഞാൻ വന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചൂടായി കയറേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ അനിയത്തി എന്നോട് സംസാരിച്ചല്ലോ, നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. നല്ല രീതിയിൽ സംസാരിച്ച് ഞാൻ ഇവിടുന്ന് പോവുകയും ചെയ്യുന്നു. ഇനി മേലാൽ ഇങ്ങോട്ട് വന്നു പോകരുതെന്നൊക്കെ ആദർശ് കടുംപിടുത്തം പറയുകയാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ അനിയത്തിനെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ വരും, ഇനിയും വരും. ആരൊക്കെ എന്തൊക്കെ എതിർത്താലും ശരി, ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്നും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. നവ്യ ഇറങ്ങി പോകുമ്പോഴും ആദർശ് ഭയങ്കര നവ്യെ വിഷമിക്കുന്ന രീതിയിൽ അവൾ കൊണ്ടുവന്ന ഒരു സാധനം കഴിക്കരുത്, അവൾ തരുന്ന സാധനങ്ങൾ മുഴുവനും കൊടും വിഷമായിരിക്കും. കൊടും വിഷം, നിന്നെ കൊല്ലാനുള്ള സംഗതികളുമായിട്ടായിരിക്കും അവൾ വന്നിരിക്കുന്നത്. പക്ഷെ അതൊക്കെ കേട്ടിട്ടും നവ്യ ഒരു കൂസലും ചെയ്തില്ല. നവ്യ ആണെങ്കിൽ വണ്ടി കയറി പോവുകയും ചെയ്യണം. അവളെന്താ കൊണ്ടുവന്നത്? അത് പിന്നെ ആദർശേട്ടാ ഫ്രൂട്ട്സാണ് കൊണ്ടുവന്നത്. അപ്പോഴേക്കും എലിസബത്തിനോട് പറയണമെങ്കിൽ പിന്നെ ആ ഫ്രൂട്ട്സൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് ദൂരെ കളഞ്ഞോളാം. ഇത് കിട്ടഞ്ഞപ്പോഴേക്കും നയനാണെങ്കിൽ അത് പിന്നെ ആദർശേട്ടാ ഞാനതിൽ നിന്നൊരു ആപ്പിൾ കഴിച്ചായിരുന്നു. അത് ശരി, കൊണ്ടുവരികയും ചെയ്തു, കഴിക്കുകയും ചെയ്തോ? എന്താണ് നയനെ, നിനക്ക് എത്ര കിട്ടിയാലും പഠിക്കൂലേ? പിന്നെ ആദർശേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ചേച്ചി എന്നോട് വന്ന് വളരെയേറെ സ്നേഹത്തോടു കൂടി തന്നെയാണ് പെരുമാറിയതും സംസാരിച്ചതും ഒക്കെ ചെയ്തത്. അപ്പം പിന്നെ എന്തിനാണ് സംശയിക്കേണ്ടത്? അതെ, അവളുടെ പുതിയ അടവായിരിക്കും, നിന്നെ വശത്താക്കാനുള്ള അടവ്. അതൊന്നും വിശ്വസിക്കാനായിട്ട് പാടില്ല നീയ. ഇനി അവൾ വന്നു കഴിഞ്ഞാൽ അകത്തൊക്കെ കയറ്റി വിടരുത്. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? എൻ്റെ പൊന്നു സാറേ, അനിയത്തിക്ക് ചേച്ചിയോട് വെറുപ്പില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾക്കതിൽ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കുമോ എൻ്റെ സാറേ എന്നൊക്കെ ചോദിക്കുകയാണ്. സാധിക്കണം. അവൾ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, പല ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും. സ്വന്തം അച്ഛനെയും അമ്മയോടും പോലും സ്നേഹമില്ലാത്തവളാ. അവളെന്തിനാണ് നയനയോട് സ്നേഹം കാണിക്കുന്നത്? അങ്ങനെ നയനയോട് സ്നേഹം കാണിക്കേണ്ട കാര്യമോ ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവരാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ നവ്യ ആണെങ്കിൽ നേരെ അനന്തപുരിയിലേക്ക് കയറി ചെന്ന് ഈ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോഴേക്കും ഈ ചന്തുമോളും നവ്യയുടെ കൊച്ചും കൂടി ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നവ്യ ആണെങ്കിൽ തൻ്റെ കയ്യിൽ നിന്ന് 2 ചോക്ലേറ്റ് എടുത്തിട്ട് ഈ കുഞ്ഞിന് കൊടുക്കുക. ചന്തുമോൾക്ക് കൊടുക്കുകയാണ്. ചന്തുമോൾക്ക് കൊടുത്തിട്ട് പറയുകയാണ്, മോളത് മേടിച്ചോ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ അമ്മായി തന്നതാണെന്ന് ആരോടും പറയരുതേ. പിന്നെ അയനാമ്മയോടും ആദർശച്ഛനോടും ആരോടും പറയരുത്. പിന്നെ മോളുടെ മുത്തശ്ശിയോടും പോലും പറയരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവിടെ എൻ്റെ സ്വഭാവം മാറും. ഈ വല്യമ്മയുടെ പഴയ സ്വഭാവമാവും, മനസ്സിലായല്ലോ? അപ്പം പിന്നെ മോളെ അടിക്കുകയും പിച്ചുകയും നുള്ളുകയും ഒക്കെ ചെയ്യും ഞാൻ. അതുകൊണ്ട് ആരോടും പറയരുത്, പറഞ്ഞ് മനസ്സിലായല്ലോ? അപ്പോൾ കൊച്ച് ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചോക്ലേറ്റും കൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ നബിയുടെ കുഞ്ഞ് കിടന്ന് കരയുക. അപ്പോൾ കുഞ്ഞിനെ താലോളിച്ചിട്ട് പറയുകയാണ്, ചേച്ചിയോട് കളിച്ചപ്പോൾ മോന് സന്തോഷമായോ, മോനൊരു കൂട്ട് കിട്ടിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ സന്തോഷിപ്പിക്കുകയാണ്. അങ്ങനെ ഈ കൊച്ച് 2 ചോക്ലേറ്റുമായിട്ട് നേരെ ആ സെറ്റിൽ പോയി ഇരിക്കുമ്പോഴാണ് ദേവയാനി വരുന്നത്. ഇവിടെ ഇരിക്കുകയായിരുന്നോ? അല്ല, ചോക്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ കയ്യിൽ, നല്ല ചോക്ലേറ്റ് ആണല്ലോ, ഇതാരാ മേടിച്ചു തന്നത് എന്ന് ചോദിക്കുമ്പോൾ കൊച്ചു പറയാണ്, ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് അമ്മമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഇത് കയ്യിലുണ്ടായിരുന്നാണോ? ഞാൻ ഇങ്ങനത്തെ ചോക്ലേറ്റ് മേടിച്ചു തന്നിട്ടില്ലല്ലോ, പിന്നെ ഇതാരാ മേടിച്ചു തന്നത്? ഓ, ചെറിയച്ഛനായിരിക്കും മേടിച്ചു തന്നേ അല്ലേ?
അതെ, ചെറിയച്ഛനാ മേടിച്ചെന്നത് എന്ന് കുഞ്ഞു പറയാ. ഏതായാലും കൊള്ളാം, ചോക്ലേറ്റ് നല്ല ചോക്ലേറ്റ് ആണ് കേട്ടോ, മോള് കഴിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ ദേവയാനി പുന്നാരിപ്പിക്കുകയും ചെയ്യാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവും ആദർശും നയനയും കൂടി ആ ഒരു ലാപ്ടോപ്പ് നോക്കുക. അപ്പം ലാപ്ടോപ്പ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നന്ദു പറയുകയാണ്, അതേ ആദർശേട്ടാ ഇത് കണ്ടോ, CCTV ക്യാമറയിൽ നല്ല ഇത് തന്നെയാണ് വന്നിരിക്കുന്നത്, ഒരാൾ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നയനോടെ പറയാണ്, അയാൾ മുഖം ഫുള്ള് മറച്ചിരിക്കുകയാണല്ലോ, ഇത് ആരാണ് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ആദർശേട്ടാ. അത് ശരിയാണ്, അപ്പോൾ ഇയാൾ തന്നെയാണ് അയാൾ, കാരണം കിങ് കോബ്ര എന്ന് പറഞ്ഞപ്പോഴേക്കും അതെ അത് ശരി തന്നെയാ, കിങ് കോബ്ര തന്നെയായിരിക്കും, കാരണം ആ ഹോട്ടലിൽ നിന്ന് ഒളിച്ചോടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ആദർശേട്ടാ വേറൊരു കാര്യമുണ്ട്, ആ വണ്ടിയുടെ നമ്പർ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാം, പക്ഷേ ആ വണ്ടിയുടെ നമ്പർ ഞങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഷോറൂമിൽ ആ വണ്ടിയുടെ നമ്പർ ശരിക്കും വന്നിരിക്കുന്നത് ബൈക്കിലാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്, അയാൾ ആ വണ്ടിയിൽ നമ്പർ കൊടുത്തിരിക്കുന്നത് കള്ള നമ്പർ തന്നെയാണ്, ബൈക്കിലെ നമ്പർ എങ്ങനെ അയാളുടെ കാറിൽ വന്നു, അപ്പോൾ അയാൾ തന്നെയാണ് ഈ ഹോട്ടലിന് പിന്നിലുള്ളത്. അപ്പോൾ നമുക്കത് കണ്ടെത്തേണ്ട കാര്യമുണ്ട് ആദർശേട്ടാ എന്നൊക്കെ പറയാണ് നന്ദു. ഏതായാലും ഇത്രയൊക്കെ ചെയ്യാനായിട്ട് സഹായിച്ചല്ലോ. അപ്പോഴേക്കും പെട്ടെന്ന് നന്ദുവിന് ഒരു കോള് വരികയാണ്. അപ്പോൾ കോള് വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് നമ്മുടെ അനിയായിരുന്നു. അപ്പോൾ അനിയുടെ കോൾ കഴിഞ്ഞപ്പോഴേക്കും നന്ദു ആണെങ്കിൽ അത് പിന്നെ ഞാനേ ഇപ്പം ഞാൻ ഒന്ന് എനിക്ക് അത്യാവശ്യം വരെ പോകാനുണ്ട് ആദർശേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എടാ അനി പറയടാ അനി എന്ന് പറയുകയാണ്. പറയടാ അനി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ എടി ഞാനൊരു നല്ല കാര്യത്തിന് പോവുകയാണ്, എനിക്ക് ഡിവോഴ്സ് കിട്ടണമല്ലോ, അതിന് വേണ്ടി പോവുകയാണെന്നൊക്കെ പറയുകയാണ്. ഏതായാലും പോയിട്ട് വാടാ, നിനക്ക് നല്ല രീതിയിൽ തന്നെ പോകാനായിട്ട് ഡിവോഴ്സ് കിട്ടാനായിട്ട് സഹായിക്കും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീയും കൂടി എൻ്റെ കൂടെ വരണം, എന്നാൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവണം. എനിക്ക് നല്ല തിരക്കാണ്, എന്നാലും കുഴപ്പമില്ല, ഞാൻ നിൻ്റെ കൂടെ വരാം എന്നൊക്കെ പറയാം. അങ്ങനെ ഈ സമയം തന്നെ നമ്മുടെ ഈ അനാമികയും അതേപോലെ തന്നെ ഈ അനാമികയുടെ അച്ഛനും കൂടി അനന്തപുരിയിലേക്ക് കയറി വരിക. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അഭിയും അതേപോലെ തന്നെ അവന്തികയും. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ്. അഭിയേട്ടാ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെ ഇവരങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കോളിമ്പല്ലടിച്ച് കഥ തുറന്നത് ദേവയാനി. അപ്പോൾ ദേവയാനി ചോദിക്കണം, ഇത് ആരാ വന്നിരിക്കുന്നത്, നീക്ക് എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഒരു പ്രാവശ്യം ഇവിടെ വന്നതിൻ്റെ കിട്ടിയിട്ട് ഇവിടുന്ന് പോയതല്ലേ, വീണ്ടും കിട്ടാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നും മേഡം ഞങ്ങളുടെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല, ഡിവോഴ്സിന് ആവശ്യമുണ്ടല്ലോ നിങ്ങൾക്ക്, അപ്പം ഞങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസ ഞങ്ങൾക്ക് തന്നേ മതിയാവുള്ളൂ, നഷ്ടപരിഹാരം ഞങ്ങൾക്ക് തരണം, അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു നിവൃത്തിയില്ല എന്ന രീതിയിൽ തന്നെ പറയുകയാണ്. നഷ്ടപരിഹാരം തരണോ അല്ലേ? അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും ഇറങ്ങി വരിക. അപ്പോൾ എന്താണ് ദേവയാനി ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ ഇത് കണ്ടോ അച്ഛാ, രണ്ടെണ്ണത്തിനും കിട്ടിയതൊന്നും പോരാ, ഇപ്പോൾ നഷ്ടപരിഹാരവും ചോദിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അച്ഛാ കൊടുക്കേണ്ടതൊക്കെ കൊടുക്കട്ടെ അച്ഛാ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണമല്ലോ. അപ്പോഴേക്കും നമ്മുടെ ഈ വേണുവാണെങ്കിൽ എൻ്റെ പൊന്നു സാറേ ഞാൻ പറഞ്ഞല്ലോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ലേ സാറേ, സാറിൻ്റെ കാല് ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് കാലിലേക്ക് അങ്ങോട്ട് വീട് കഴിഞ്ഞപ്പോഴേക്കും മൂർത്തി മുത്തശ്ശനാണ് കാല് വെച്ച് ഒറ്റ ചവിട്ടാണ്. ആ ചവിട്ടിൽ അയാൾ അങ്ങോട്ട് തെറിച്ച് പോവുകയാണ്. സാറിന് ചവിട്ടേ ആട്ടിത്തുപ്പേ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഡിവോഴ്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നേ മതിയാവുള്ളൂ. അപ്പോഴേക്കും അനിയും വരിക. അപ്പോൾ അനിയും വന്നിട്ട് ഇതാരാ വന്നിരിക്കുന്നത്, രണ്ടെണ്ണം കൂടി ഇവിടെ എഴുന്നള്ളിയിട്ടുണ്ടല്ലോ, ഇനിയും കിട്ടാനുള്ള പുറപ്പാടായിരിക്കും, പക്ഷേ ഇവിടെ നിങ്ങളുടെ ഒരു അടവും നടക്കാനില്ല. അപ്പോൾ എടാ അനി ഇവരെന്തിനാ വന്നിരിക്കുന്നതെന്ന് അറിയാമോ, ഇവർക്ക് പൈസ കിട്ടാൻ, കാരണം ഇവർ ചോദിക്കുന്ന തുക ഇവർക്ക് കൊടുക്കണമെന്ന്, എന്നാലേ ഡിവോഴ്സ് കിട്ടുകയുള്ളെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾക്കൊരു ഡിവോഴ്സ് വേണ്ട അല്ലേ മോനെ എന്ന് ചോദിച്ചപ്പോഴേക്കും അതേ എന്നും അനിയും പറയാണ്. ഇവനെ ഡിവോഴ്സ് കിട്ടാതെ കുറച്ച് നാളൊക്കെ നിന്ന് പോയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്കതിലൊരു നഷ്ടവും ഇല്ല, നീയൊക്കെ അങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി ചോദിക്കുന്നത്, ഇവളെന്തിനാ താലിയും കഴുത്തിലിട്ട് നടക്കുന്നത്, നിനക്ക് നാണമില്ലടി എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ എന്തിനാ നാണിക്കുന്നത്, ഇതേ എൻ്റെ ഭർത്താവ് എൻ്റെ കഴുത്തിൽ കെട്ടിയ താലിയാണ്, ഞാനേ ഭർത്താവിനെ സ്നേഹിക്കുന്നതിനുള്ള അടയാളമാണിത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റിയില്ല. മുത്തശ്ശി നേരെ അങ്ങോട്ട് ചെന്നിട്ട് കാരണം നോക്കിയപ്പോൾ ടക്കെന്ന് പറഞ്ഞു അറ്റ പൊട്ടിയിലാണ് അനാമികയുടെ കാരണത്ത്. ഇതേവരെ നിന്നെ ഞാൻ തല്ലിയിട്ടില്ല, ഇപ്പോൾ നിന്നെ തല്ലണമെന്ന് എനിക്ക് തോന്നി, കാരണം അതേപോലുള്ള കാര്യങ്ങൾ
കാര്യങ്ങളല്ല നീ ഇപ്പൊ പറയുന്നത്? അവള് പറയുന്ന പറച്ചിൽ കേട്ടില്ലേ? താലിയുടെ മഹത്വം പറയുന്നു. എടീ, ചില പെണ്ണുങ്ങളെ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ കെട്ടുതാലി പണയം വെച്ചോ വിറ്റോ അവർ ചെലവ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ മനസ്സിൽ നന്മകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ മറ്റു ചിലര് നെറ്റിയിൽ സിന്ദൂരവും തൊട്ട് കഴുത്തിൽ താലിയും ഇട്ട് തെറ്റ് ചെയ്യുന്നവരുണ്ട്. അവരോട് ദൈവം ഒരിക്കലും പൊറുക്കില്ലടി. പിന്നെ സിന്ദൂരവും താലിയൊന്നും ചാർത്തിയില്ലെങ്കിലും അവരെയൊന്നും, നല്ല മനസ്സുള്ളവരെയൊന്നും ദൈവം ഒരിക്കലും ശിക്ഷിച്ചിട്ടില്ല. പക്ഷെ നിന്നെ പോലുള്ളവരെയൊക്കെ ദൈവം ശിക്ഷിക്കോടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനാമികയ്ക്കാണെങ്കിൽ ആകെ കാലി വന്നിട്ടൊരവസ്ഥ നിൽക്കുകയാണ്. 2 എണ്ണവും പൊയ്ക്കോളാം, 10 പൈസ എവിടെ നിന്ന് കിട്ടുമെന്നൊന്നും രണ്ടുപേരും പ്രതീക്ഷിക്കണ്ട. വന്നിരിക്കുന്നു തെണ്ടാനായിട്ട്. എൻ്റെ പൊന്ന് സാറേ, എന്തെങ്കിലും ജീവിക്കാനുള്ളത് തരണമെന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ മൂർത്തി മുത്തശ്ശനാണെങ്കിൽ കുറച്ച് ചില്ലറ പൈസ എടുത്ത് കൈ കൊടുക്കുകയാണ്. അതെ, ഇവിടെ ഭിക്ഷക്കാരൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇതാണ് കൊടുക്കാറ്, നീ ഇതും കൊണ്ട് പോയിക്കോ എന്ന് പറയാം. ഭിക്ഷക്കാരുടെ നന്മ പോലും നിനക്കൊക്കില്ലടാ, ഒരു വില പോലും നിങ്ങൾക്കില്ലടാ, ഇറങ്ങിപ്പോടാ എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും നാണം കേട്ടോ ഒറ്റ പോക്കാണ് മോളെ. പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോയില്ലെങ്കിൽ ഇനി അടുത്തടി വരുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല ഇതും പറഞ്ഞ് വണ്ടി എടുത്തിട്ട് പോവാണ്. അപ്പോൾ അഭിയും അതേപോലെ തന്നെ അനാമികയും ആണെങ്കിൽ ആകെ ചമ്മി നാറി പോയൊരവസ്ഥയിൽ എന്ത് ചെയ്യാനാണ്? ഇനി ഇതൊക്കെയല്ലേ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. കിട്ടേണ്ടത് മുഴുവൻ കിട്ടുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ അനിയോട് തന്നെ പറയുകയാണ്, ദേടാ, എന്തൊക്കെ സംഭവിച്ചാലും അവളുടെ ഡിവോഴ്സിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് കാരണ കൊടുക്കുമെന്നൊന്നും വിചാരിക്കണ്ട. അങ്ങനെ കൊടുക്കില്ല ഞങ്ങൾ, അത് വേണ്ട മുത്തശ്ശ എന്ന് അനിയും പറയാ. അങ്ങനെ ഈ അനിയാണെങ്കിൽ നേരെ നമ്മുടെ നവീനെ വിളിക്കുകയാണ്. അപ്പോൾ നവീനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണം. പറയടാന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അവരിവിടെ വന്നായിരുന്നു, പൈസ വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നത്. പക്ഷേ അനാമികയുടെ കരണത്തിട്ട് മുത്തശ്ശി നല്ലത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ആ വേണുവിനും നല്ലത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എടാ ഡിവോഴ്സ് എങ്ങനെയും കിട്ടുമോടാ, എടാ നീ എന്തെങ്കിലും ഒരു കാര്യം പറയടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടാ ഇപ്പം ഇതിൽ വാദിക്കേണ്ടത് ഞങ്ങളല്ലടാ, എടാ ജഡ്ജിയുടെ മുന്നിൽ പോയി എന്നാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. ആ സമയത്ത് കറക്റ്റായ വേണ്ട വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ സംസാരിച്ചാൽ മതി. അപ്പം നമുക്ക് അനുകൂലമായിട്ട് ചിലപ്പോൾ വന്നിരിക്കാം. അനാമിക ആ ഡിവോഴ്സ് കിട്ടാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും. നീയും അതിൻ്റേതായ രീതിയിൽ സംസാരിച്ചാൽ മതി. എടാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? എങ്ങനെയെങ്കിലും ആ ഒരു മാനണത്തിൻ്റെ കീഴിൽ നിന്ന് എനിക്കൊന്ന് പോയാൽ മതി. അവൾ വളരെ ഒരു തലവേദനയാണ്. ഏതായാലും കോടതിക്ക് അറിയാലോടാ അവളുടെ സ്വഭാവമൊക്കെ. അത് തന്നെയാണ് പറയുന്നത്, കോടതിക്കറിയാം. പക്ഷേ നിങ്ങൾ പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവർ വേറൊടവായിട്ടാണ് നിൽക്കുന്നതെന്ന് ആർക്കറിയാനായിട്ട് പറ്റും? കാരണം നിങ്ങൾ പൈസ കൊടുത്തു കഴിഞ്ഞ് വീണ്ടും അവർ ഡിവോഴ്സിന് സമ്മതിച്ചില്ലെങ്കിലോ, വേറെ പൈസ കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് ഇവറ്റകളെയൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റില്ല. നയ പൈസ പോലും കൊടുത്തു പോരുന്നു നവീനും കൂടി പറയുകയാണ്. അങ്ങനെ നമ്മുടെ അനിയാണെങ്കിൽ പുറപ്പെട്ട് നമ്മുടെ നന്ദുവിനെ കാണുകയാണ്. അപ്പം നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് അനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് അനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. അപ്പോൾ നന്ദു ചോദിക്കണം എന്ത് പറ്റിയാണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇവിടെ ഞാനേ ടെൻഷൻ അടിച്ച് പണ്ടാരടങ്ങിയാൽ പോകുന്നത്. എനിക്കാണെങ്കിൽ ഒരു മനസമാധാനമില്ല. ഡിവോഴ്സ് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അവളുടെ ആ ഒരു ഇതിൽ നിന്ന് എനിക്കൊന്ന് തലയൂരിയാൽ മതിയായിരുന്നു. അവളെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് എന്തൊരു മാത്രം നഷ്ടമൊന്നും സംഭവിച്ചെന്നറിയാവോ? അവിടെ എനിക്കൊരു മനസമാധാനം തന്നിട്ടില്ല, കുടുംബജീവൻ നയിച്ചിട്ട് പോലുമില്ല എന്നൊക്കെ നന്ദുവിനോട് പറയുകയാണ്. അപ്പം ഇത് കേട്ട് നന്ദുവാണല്ലോ, അതെല്ലാം എനിക്ക് അറിയാവുന്ന കാര്യമാണല്ലോടാ, എന്ത് ചെയ്യാനാണ്? അവൾ ആ കുടുംബത്തേക്ക് കയറി വന്നിട്ട് എന്തോരം നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. അവളുടെ മനസ്സിൽ മുഴുവനും വിഷമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡിവോഴ്സ് കിട്ടിയാൽ മതിയായിരുന്നു. നവീനേട്ടനെ നീ പാട്ടിലാക്കി വെച്ചിട്ടുണ്ടല്ലോ, നവീനേട്ടൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നോളും. ഞാൻ അവനെ വിളിച്ചായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം കോടതി കൂടുമ്പോൾ ജഡ്ജി മാത്രമേ ഞങ്ങളുടെ മുന്നിലുണ്ടാവുള്ളൂ. ഞങ്ങൾ രണ്ടുപേരോടാണ് ജഡ്ജി സംസാരിക്കുന്നത്. ആ സമയത്ത് അവൾ പ്ലേറ്റ് തിരിക്കുമെന്നാണ് ഇപ്പം എൻ്റെ ഒരു പേടി. അവൾ പ്ലേറ്റ് തിരിക്കാനാണ് സാധ്യത. കാരണം അവൾക്ക് പൈസ കിട്ടാൻ വേണ്ടി അവൾ ഏതറ്റം വരെയും പോകും. അതിന് ഒരു മടിയില്ലാത്ത സാധനമാണ് ഇവള് എന്നും പറയുകയാണ് നമ്മുടെ അനി. എന്തായാലും നീ ടെൻഷൻ ആവണ്ടാ, നീ പോയ കാര്യം നന്നായിട്ട് തന്നെ വിജയിക്കും, അതിൽ ഒരു സംശയം വേണ്ട. നീ സന്തോഷത്തോടു കൂടി തന്നെ പോയി വാ അനി എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതുമാത്രമേ എനിക്കിപ്പോൾ സമാധാനമുള്ളൂ. അതെ, ഞാൻ ഈ നിമിഷത്തിലേ ഞാൻ ഏതെങ്കിലും ഡിവോഴ്സിന് പോവല്ലേ, ആ സമയത്ത് ഞാൻ എൻ്റെ പെണ്ണിനൊരു ഉമ്മ കൊടുക്കാൻ പോകുമെന്നും പറഞ്ഞുകൊണ്ട് നെറ്റിലൊരു ഉമ്മയും കൊടുക്കുകയാണ്. ഉമ്മ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നന്ദി ചോദിക്കണം, നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? എടാ ഞാനൊരു പോലീസ് ഓഫീസറാണേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പോലീസ് ഓഫീസറാണെങ്കിൽ പത്രത്തിൽ വരട്ടേന്നേ. പത്രത്തിൽ വന്നു കഴിഞ്ഞാലേ
നമ്മൾ നാട്ടുകാരെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് നമ്മുടെ വീട്ടുകാരെ തന്നെയാ. അത് നീ എന്താ ആലോചിക്കാത്തത്? ഓ, വീട്ടുകാരുടെ കാര്യമൊക്കെ വിട്. ഏതായാലും എനിക്ക് അനാമികമായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നന്ദു നമ്മുടെ കാര്യം വീട്ടിൽ പറയുന്നത് കൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഈ കല്യാണം നടക്കണമെന്നാണല്ലോ നമ്മുടെയും ആഗ്രഹം. അത് നടക്കുക തന്നെ ചെയ്യും നന്ദു എന്ന് നന്ദുവിനോട് വാക്ക് കൊടുക്കാണ്. എടാ അനി, നീ നവീനേട്ടനെ നല്ലതായിട്ട് പൊക്കി പിടിച്ചു കഴിഞ്ഞോ? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്താ നവീനേട്ടനോട് നിനക്ക് നന്ദിയില്ലേ? നീ നന്ദിയില്ലാത്തവനാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നന്ദി കേടൊന്നുമില്ല. പക്ഷെ നിന്റെ കാര്യത്തിൽ കുറച്ച് സ്വാർത്ഥതയുണ്ട്. നീ എപ്പോഴും നവീനെക്കുറിച്ച് പറയുന്നൊന്നും എനിക്ക് വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല എന്ന് അനി അങ്ങനെ പറയണം. ശരി ശരി, എങ്കിൽ പിന്നെ മോൻ പോകാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അനിയെ പറഞ്ഞയക്കാം. അങ്ങനെ കോടതിയുടെ മുന്നിൽ അനിയും അതേപോലെ തന്നെ അനിയും ഈ നവീനും കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അനി ഇങ്ങനെ പറയുകയാണ്, എങ്ങനെയെങ്കിലും എടാ ഡിവോഴ്സ് കിട്ടുമായിരിക്കുമല്ലോ എടാ, എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവുള്ളൂ. എടാ എനിക്കിപ്പോൾ ഇതിൽ കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ല. ഏതായാലും നിങ്ങളോട് സംസാരിക്കുമല്ലോ, സംസാരിക്കുമ്പോൾ നിൻ്റെ ഭാഗം ക്ലിയർ ചെയ്ത് നീ അങ്ങോട്ട് പറയുക. പിന്നെ അവരെന്താ പറയാൻ പോകുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ലടാ. അവരൊരിക്കലും ഡിവോഴ്സിന് സമ്മതിക്കില്ലടാ. ആ ഒരു പിശാച് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ല. അവർക്ക് പൈസ കിട്ടണമെന്നാണ് പറയുന്നത്. പക്ഷേ മുത്തശ്ശനാണെങ്കിൽ 10 പൈസ അവർക്ക് കൊടുക്കില്ല. എൻ്റെയും തീരുമാനം അത് തന്നെയാണ് എന്നൊക്കെ പറയുമ്പോഴാണ് അനാമികയും വേണുവും കൂടി വരുന്നത്. അപ്പോൾ ഇവരെപ്പോഴും കാറിലൊക്കെയാണ് വരുന്നത്. പെട്രോൾ അടിക്കാനൊക്കെ അവരുടെ കയ്യിൽ പൈസയുണ്ട്. എടാ അതൊക്കെ കടമായിരിക്കും, അതിങ്ങനെയാണല്ലോ കടക്കാരായത് എന്നൊക്കെ പറയുകയാണ് നവീൻ. അപ്പോൾ ഇവരിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും വേണു ഈ അനിയെ നോക്കി പറയാണ്, എടാനി നിനക്ക് ഡിവോഴ്സ് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഞങ്ങൾ ചോദിക്കുന്ന തുക നീ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഡിവോഴ്സ് കിട്ടും. അല്ലാതെ നിനക്ക് ഡിവോഴ്സ് കിട്ടാൻ പോകുന്നില്ല. എടോ തനിക്ക് ചോദിക്കുന്ന പൈസ ഒന്നും ഞങ്ങൾ തരാനായിട്ട് പോകുന്നില്ല. എനിക്ക് ഡിവോഴ്സ് മേടിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. എങ്കിൽ പിന്നെ അത് ചെയ്യടാ. പിന്നെ എന്തുകൊണ്ട് ഡിവോഴ്സ് കിട്ടുന്നില്ല? നിനക്കേ ഡിവോഴ്സ് കിട്ടുമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ മേടിക്ക്, നമുക്ക് കണ്ടറിയാലോ. ദേ കണ്ടോ, ഇവള് ഈ താലിയും ഇട്ടുകൊണ്ടാ നടക്കുന്നത്. എന്തിനാടി ഈ താലി ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും, ഓ നീ വിചാരിച്ച് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടോ? നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടൊന്നും അല്ലടാ. സ്വർണത്തിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടം വരാൻ നേരത്ത് ഈ താലി വിറ്റെങ്കിലും ഞങ്ങൾക്ക് ചിലവ് കഴിയണ്ടേ? അതിനു വേണ്ടിയാടാ ഈ താലി ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. പിന്നെ നാട്ടുകാരെ ബോധിപ്പിക്കാനും എന്നിങ്ങനെ പറയാം. അങ്ങനെയും പറഞ്ഞിട്ട് അനിക്ക് കലിയും വരികയാണ്. അപ്പം അനി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ കോടതി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ജഡ്ജിയുടെ മുന്നിലിരുന്ന് നമ്മുടെ അനാമിക ഇരുന്ന് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ എന്താ കുട്ടി നീ എന്തിനിങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും, എൻ്റെ മേഡം ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയില്ല മേഡം. ഞങ്ങൾക്ക് പണവും വേണ്ട ഒന്നും വേണ്ട. പക്ഷേ എൻ്റെ ഭർത്താവിനോടൊത്ത് എനിക്ക് ജീവിക്കണം മേഡം. കണ്ടില്ലേ മേഡം, ഞാൻ ഈ താലി വരെ എൻ്റെ കഴുത്തിലിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എല്ലാവരോടും പറയണ്ടേ എനിക്ക് എൻ്റെ ഭർത്താവ് ഉണ്ടെന്ന്, എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കണമെന്ന് പറയണ്ടേ? എനിക്കെൻ്റെ ജീവിതമാണ് മേഡം വലുത്. ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ കരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനിയാണെങ്കിൽ ഞെട്ടിപ്പോവാണ്. അയ്യോ മേഡം, ഇവള് പറയുന്നത് മുഴുവനും കള്ളത്തരമാണ്. എന്തിനാണ് ഈ താലി കഴുത്തിലിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുറച്ചു മുമ്പ് ഇവള് പറഞ്ഞതേ ഉള്ളൂ, അത് സ്വർണത്തിനൊക്കെ വില കൂടിയതല്ലേ, ഞങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ സ്വർണം വിറ്റ് ചിലവ് കഴിയാനാണ് എന്നൊക്കെയാണ് ഇവള് പറഞ്ഞത്. എടോ താൻ നിർത്തടോ, കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അനാമിക, നിങ്ങൾ മുമ്പ് ചെയ്ത തെറ്റുകളെല്ലാം നിങ്ങൾക്കിപ്പോൾ ഓർത്തിട്ട് കുറ്റബോധം തോന്നുന്നുണ്ടല്ലേ? അതെ മേഡം, എനിക്ക് കുറ്റബോധം തോന്നുന്നുണ്ട് മേഡം. എനിക്കെൻ്റെ ഭർത്താവാണ് വലുത്. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ. എനിക്കെൻ്റെ ഭർത്താവിനോടൊത്ത് മാത്രം ജീവിച്ചാൽ മതി. എനിക്ക് ഡിവോഴ്സ് വേണ്ട മേഡം എന്ന് പറയാം. ഇത് കേട്ട് അനിയാണെങ്കിൽ, മേഡം ഇവൾ പറയുന്ന മുഴുവൻ കള്ളമാണ് മേഡം, എനിക്ക് ഡിവോഴ്സ് വേണം. എടോ ഏതൊരാൾക്കാരാണെങ്കിലും മനസ്സ് മാറുമല്ലോടോ. ഇപ്പോഴത്തെ കാലഘട്ടത്തിലേ ഈ കുടിയന്മാരും വലിയന്മാരാണ് കൂടുതലുള്ളത്. അവരൊക്കെ എന്താ ജീവിതകാലം മുഴുവനും കുടിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്യാണോ? അവരുടെ സ്വഭാവമൊക്കെ മാറൂലേ? അതേപോലെ തന്നെ തൻ്റെ ഭാര്യയുടെ സ്വഭാവം മാറിയും തന്നെ വിശ്വസിക്കാനായിട്ട് പാടില്ലേ? എന്തായാലും ഇപ്പം ഏതായാലും ഡിവോഴ്സ് ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം നിങ്ങൾക്കൊരു 3 മാസത്തെ സമയം കൂടി തരാം. നിങ്ങൾ സംസാരിക്കുക, അതിനുശേഷം ഞാനൊരു തീരുമാനം പറയാം. എന്താ അതുപോരെ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ മതിയെന്നും നമ്മുടെ അനാമിക പറയാം. അങ്ങനെ ഈ സമയം തന്നെ വേണുവും ഈ നവീനും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേണു പറയാണ്, ഞങ്ങൾക്ക് പൈസ കിട്ടാതെ ഒരു രക്ഷയില്ല കേട്ടോ സാറേ. പൈസ കിട്ടാതെ ഞങ്ങൾ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല.
നിങ്ങൾ പൈസ തന്നെ ചോദിച്ചോ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം വിധി പറയുന്നത് അവിടെ ജഡ്ജിയാണ്. എനിക്കതിൽ കൂടുതൽ റോളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോഴാണ് അതേ ആ കാലി തുള്ളി നമ്മുടെ അനിയ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അനിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് എന്തായുടെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അവളവിടനെ ആ ജഡ്ജിയുടെ മുന്നിൽ നിന്ന് കരഞ്ഞ് മെഴുകുകയാണ്. അവളെന്തൊരു അടവാണ് അവിടെ കാണിച്ചു കൂട്ടിയതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം എങ്ങനെയുണ്ട്? നിന്നോട് എന്താ പറഞ്ഞത്? ഡിവോഴ്സ് കിട്ടില്ലെന്ന് പറഞ്ഞോ? മര്യാദയ്ക്ക് പൈസ തരാൻ പറഞ്ഞല്ലേ? എടാ, ഇപ്പോഴും ഇവളെ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാ. നിന്നോടത് ജീവിക്കാനാണ് ഇവൾക്ക് താല്പര്യം അല്ലേ മോളെ? ഞാൻ പറഞ്ഞ സത്യം തന്നെയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അനാമിക അവിടെ സത്യമാണെന്ന് പറയാ. ആനിക്കാണെങ്കിൽ കാലി വന്ന് വല്ലാത്തൊരവസ്ഥ നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.